First one. Question. വായിച്ചോ? Consider the following statements regarding Munich Security Conference. ഈയിടെ അത് നടന്നതായിട്ട് അറിയാമായിരുന്നല്ലോ, കണ്ടായിരുന്നോ? ജയശങ്കറായിരുന്നു അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. Munich Security Conference. It is an annual conference on international security policy that has been held in Munich, Germany. It is the world's leading forum for debating international security policy. The first conference was held in 1992 after the Cold War. The conference is held annually in the month of February. How many of the above statements are correct? Josna. What is the answer? B. Only two. ആരൊക്കെയാ ബി പറയുന്നത്? എ പറയുന്നവരുണ്ടോ? സി, ഡി ഉണ്ട്. ശരി. First question, first statement. It is an annual conference on international security policy that has been held in Munich, Germany. ശരിയാണോ തെറ്റാണോ അത്? What do you think? Is it correct or not? Yes, this is correct. മ്യൂണിച്ചിലെ ബവേറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മ്യൂണിച്ച്. റീജിയൻ ഒന്ന് പഠിച്ചു വെച്ചോ, മാപ്പിങ്ങിന് ഉപകാരപ്പെടും. ബവേറിയ എന്ന് പറയുന്ന റീജിയൻ എവിടെയാണ്? ജർമ്മനിയിലാണ്. ബവേറിയയിലാണ് മ്യൂണിക്, ലൈക് മ്യൂണിച്ച്. It is the world's leading forum for debating international security policy. What do you think? അല്ലേ? ആണ്. Yes. The first conference was held in 1992 of the Cold War. ഇപ്പൊ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് റീസെന്റ് ഒരെണ്ണം നടന്നല്ലേ, ഒരാഴ്ച മുമ്പല്ലേ നടന്നത്? അത് എത്രാമത്തെ സെക്യൂരിറ്റി കോൺഫറൻസ് ആയിരുന്നു? എത്രാമതെയാ? 55ആണോ, 56ആണോ, 57ആണോ, 58ആണോ, 59ആണോ? ഇനി 50കളിലാണെന്ന് മനസ്സിലായല്ലോ. 50കളിലാണെങ്കിൽ 1992 ആണോ? Okay, so this is wrong. The conference is held annually in the month of February. ഒരാഴ്ച മുമ്പേ കഴിഞ്ഞേ. അപ്പൊ ഫെബ്രുവരി ആയിരുന്നോ? അല്ലേ? ഫെബ്രുവരി അല്ലേ ഇത്? So ശരിയാണ്. So what is the wrong answer? Say wrong statement. Munich Security Conference. It's an annual conference in international security policy that has been held in Munich, Bavaria, Germany since 1963. Okay. അത് ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ തുടങ്ങിയതല്ല, അത് ഒരു വ്യക്തിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. In order to prevent instances like the World War II പോലെയുള്ള ഈ ഒരു വേൾഡ് വാർ ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഫോം ചെയ്തൊരു സാധനമാണ്. ഓക്കെ, അതിന്റെ അകത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ആളുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് റീസെന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ട്രൂ ഓർ ഫോൾസ് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രാഘവി. The World Government Summit Organization is a global, neutral, non-profit organization dedicated to shaping the future of governments. True. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. Recently World Government Summit നടന്നിരുന്നു. So that statement should be true. Yes. Next. The World Government Summit is a global knowledge exchange platform for governments that was established by the World Bank. Okay, the knowledge exchange platform for governments ആണ്, and it was established by the World Bank. What do you think? False. False ആണോ? False ആണെങ്കിൽ കറക്റ്റ് ആക്കണം.
ദുബായ്. ഓക്കെ, വേൾഡ് ബാങ്ക് ആണോ അത് ഫോം ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്? വേൾഡ് ബാങ്ക് അല്ല. ഓക്കെ, ദുബായ് ഗവൺമെന്റ് ആണ്. The first World Government Summit was held in 2013. പറയൂ, true or false? True. Yes, true. The summit is held annually at Dubai. എല്ലാ വർഷവും ദുബായിലാണോ നടക്കുന്നത്? 2013 മുതൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ്സും ദുബായിലാണോ നടന്നത്? ആണ്. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ്സ് എല്ലാം ദുബായിലാണ് നടക്കുന്നത്. കാരണം ഇത് ഫോം ചെയ്തതാരാ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഓഫ് UAE, ദുബായിയുടെ ഭരണാധികാരി. പുള്ളിയാണ് ഈ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ 2013 മുതൽ നടക്കുന്നതാണ്. ദുബായിലായിരിക്കും നടക്കുക. റീസെന്റ് പ്രൈം മിനിസ്റ്റർ മോഡി അതിൻ്റെ അത് പങ്കെടുത്തിരുന്നു. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, വീണ്ടും ട്രൂ ഓർ ഫാൾസ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടു ശ്യാം. The Raisina Dialogue is India's premier conference on geopolitics and geoeconomics committed to addressing the most challenging issues facing the global community. True. Yes. റൈസീന എവിടെയാ? റൈസീന എന്ന് പറഞ്ഞതാ? റൈസീന എന്ന് പറഞ്ഞെന്താ? റൈസീന ഹിൽസ് എവിടെയത്? ഡൽഹി. എവിടെയാണ്? രാഷ്ട്രപതി ഭവനും ഒക്കെ ഇരിക്കുന്നത്. നെക്സ്റ്റ്, the conference is hosted by the Observer Research Foundation in partnership with the Ministry of External Affairs. True. Observer Research Foundation ആണ്. പഠിച്ചു. Yes, true. Next, the first Raisina Dialogue was held in 2016. True. Yes, that is also true. Next, it is designed on the lines of Singapore's Shangri-La Dialogue. True. Shangri-La Dialogue ഇതുപോലത്തെ പരിപാടിയാണ്, പക്ഷെ സിംഗപ്പൂരിലാണോ അത്? ഷാങ്ഗ്രില. എന്തോ ഈ ഷാങ്ഗ്രില കേട്ടിട്ട് ചൈനീസ് ആണെന്ന് തോന്നിയില്ലേ? ഷാങ്ഗ്രില സിംഗപ്പൂരിലാണോ അത്? ഹോങ്കോങ്ങിലാണോ? നേരത്തെ ട്രൂ എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ മാറ്റുന്നതാണോ ഷാങ്ഗ്രില എന്ന് കേട്ടപ്പോ? ഷാങ്ഗ്രില എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ പേരാണ്. ആ ഹോട്ടലിലാണ് ഷാങ്ഗ്രില ഡയലോഗ് നടക്കുന്നത്. ആ ഹോട്ടൽ എവിടെയാണെന്നറിയോ? അല്ല, സിംഗപ്പൂർ തന്നെ. That is also correct. So all the statements are correct. പഠിച്ചോളണം കേട്ടോ. ആ പോയിന്റുകൾ എഴുതുക. ഇത്തവണത്തെ റൈസീന ഡയലോഗ് ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ അങ്ങാണ്ടാണ് ചീഫ് ഗസ്റ്റ് ആയിട്ട് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇഫ് യു ബിക്കം IFS ഓഫീസേഴ്സ് യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റൈസീന ഡയലോഗ്. നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമൊക്കെ ആയിട്ട്. ഫസ്റ്റ് വൺ, to Aishak. The PVTGs in India were first identified by the Zaksa Commission. PVTGs, particularly vulnerable tribal groups. Zaksa Commission ആണ് ആദ്യം ഐഡന്റിഫൈ ചെയ്തത്, particularly vulnerable tribal groups. False. ഇപ്പൊ കറക്റ്റ് ചെയ്യണം. ഇവിടെ ആരാണ്ടൊക്കെ പറയുന്നു. ആരാ? PR-ഓ? ഉറക്കെ പറ, കേൾക്കുന്നില്ല. മേഘ പറ. പുരിയോ? Wrong answer. Faber Commission. Yes. Next,
The total number of PVTGs are 75. 75 PVTGs ഉണ്ട്. റീസെന്റ് ഏതെങ്കിലും ആഡ് ചെയ്യപ്പെട്ടായിരുന്നോ? 2-3 കൊല്ലം മുമ്പ് UPSC ചോദിച്ചപ്പോൾ 75 ആയിരുന്നു. ഇപ്പൊ ഏതെങ്കിലും ആഡ് ചെയ്തോ പുതിയതായിട്ട്? നിങ്ങളുടെ അറിവിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ശരിയാണ്. Next, the majority of listed PVTGs are found in Odisha, followed by Andhra Pradesh. സിജു എന്ത് പറയുന്നു? ശരിയാണ്. തെറ്റാന്ന് പറയുന്ന അഭിപ്രായമുള്ളവരുണ്ടോ? ഗോപിക്ക് അഭിപ്രായമുണ്ടോ തെറ്റാന്ന്? ആലോചനയുണ്ടല്ലോ. ഛത്തീസ്ഗഡ് ആണോ എന്ന് സംശയം. False. That is true. Okay. അപ്പൊ ഏറ്റവും കൂടുതൽ ഒഡീഷയിലാണ്, followed by Andhra Pradesh. Next, PVTGs are spread across 18 states and union territories in India. 18 states and union territories. Oh, union territories. 18 states and union territory. True? Yes, true. Next, hills are the group among the PVTGs that represents the highest population. False. False ആണോ? ഉറപ്പാണോ? അവരല്ല ഏറ്റവും വലിയ PVTG. പിന്നെ ആരാ? ടാനിയ. ഗോണ്ട് ആണോ? ഗോണ്ട് PVTG ആണോ? ആണോ? ഏതാ പ്രിയങ്ക? എസ് വെച്ച? യെസ്. ഏതാ? സഹാർദ്യ. സാന്താൾ. റോങ് ആൻസർ. വീണ്ടും റോങ് ആൻസർ. അറിയോ? ഒരു ഡെസേർട്ടുമായിട്ട് ആ പേരിനൊരു സഹാരിയാസ്. സഹാരിയാസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് PVTG. ഹിൽസ് ഓഫ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് ആണ് ഇത്. ഹിൽസ് PVTG അല്ല കേട്ടോ. ഹിൽസും ഗോൺസും ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ് ആൻഡ് ദേ ആർ നോട്ട് PVTGs. ഓക്കെ. കേരളത്തിലുണ്ടോ PVTG? ഒരെണ്ണം പറഞ്ഞേ. ചോല നായിക്ക. ഇരുള. യെസ്. PM Janman was launched for the socio-economic welfare of PVTGs. True. PVTGs ആണ് ജനറലി ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. PVTG തന്നെയാണ്. ശരി. True. The PVTGs in India were first identified by the Thaber Commission. The Thaber Commission അവരെ വിളിച്ചത് എന്താണ്? പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നാണ് ആദ്യം വിളിച്ചത്. ഓക്കെ. ഈ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് 1973 വന്നത്. പിന്നെ അതിനെ PVTG 2006 റീനെയിം ചെയ്തതാണ്. ഓക്കെ. And Saharias are the group among the PVTGs with the highest population. And PM Janman scheme എന്താണ്? Aim to improve socio-economic conditions of PVTGs by saturating PVTG households and habitations with the basic facilities. അപ്പോൾ basic facilities PVTG households എത്തിക്കുന്ന സ്കീമാണ് എന്ത്? PM Janman, including clean drinking water, safe housing, electricity, sanitation, road, telecom, etc. Okay. Yes. Next, true or false? First, Arya. Jnanapith Award was established in 1961 and first awarded in 1965. True? And in 1961 established in 1965 ആണ് കൊടുക്കുന്നത്. ആരെങ്കിലും ഇത് തെറ്റാണെന്ന് പറയുന്നവരുണ്ടോ? Anyone? ഇല്ല, എല്ലാവർക്കും ശരിയാണ്. ശരിയാണ്. Yes. Next, the award considers both English and other Indian languages. ഇംഗ്ലീഷിലും ഇന്ത്യൻ ലാംഗ്വേജസിലും കൊടുക്കും. ജ്ഞാനപീഠം ഇംഗ്ലീഷിൽ കൊടുക്കൂ? ഉറപ്പാണോ? ഇംഗ്ലീഷിൽ കൊടുക്കും. സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കും ഇംഗ്ലീഷില്?
ഇംഗ്ലീഷ് ലാംഗ്വേജിന് സാഹിത്യ അക്കാദമി കൊടുക്കും. എന്നാ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനെ പഠിച്ചതായിരിക്കും. 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസിലും സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ടല്ലോ. അതല്ലാതെ ഏതൊക്കെ ഭാഷകൾക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ട്? രാജസ്ഥാനി ആൻഡ് ഇംഗ്ലീഷ്. ഇനി ഇതിലൊന്നും പെടാത്ത ഭാഷകൾക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത്? ഭാഷാ സമ്മാൻ. സാഹിത്യ അക്കാദമിയാണ് അത് കൊടുക്കുന്നത്, ഭാഷാ സമ്മാൻ. പക്ഷെ അത് സെപ്പറേറ്റ് അവാർഡാണ്. ബാക്കിയുള്ള അവാർഡ്സിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ജ്ഞാനപീഠം 1961 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു, 65 ആദ്യമായിട്ട് കൊടുത്തു. അവാർഡ് കൺസിഡേഴ്സ് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് other Indian languages. It is given only to Indian citizens. True? Indian citizens മാത്രമേ കൊടുക്കുള്ളൂ. ഉറപ്പ്? Okay. True. It is not given posthumously. മരിച്ചതിന് ശേഷം കൊടുക്കില്ല. കുറച്ചു കാലം അക്കിത്തം നമ്പൂതിരിപ്പാടിന് ജ്ഞാനപീഠം കിട്ടിയായിരുന്നു. പുള്ളി അന്ന് ജീവനോടെ ഉണ്ടായിരുന്നോ? യെസ്, ട്രൂ. ജി ശങ്കരക്കുറുപ്പ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ജ്ഞാനപീഠം. ട്രൂ. മലയാളിക്കാണ് ആദ്യം കിട്ടിയത്. ഏത് ബുക്കിലാണ് കിട്ടിയത്? ഓടക്കുഴൽ. ഓക്കെ, ഓടക്കുഴൽ എന്ന ബുക്കിനെ ജ്ഞാനപീഠം ആദ്യമായിട്ട് മലയാളിക്കാണ് കിട്ടിയത്, ജി ശങ്കരക്കുറുപ്പ്. ട്രൂ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ. ഫാൾസ്. അങ്ങനെയാണ് കറക്റ്റ് ചെയ്യണം. ജ്ഞാനപീഠം ട്രസ്റ്റ് ആണോ? ഭാരതീയ ജ്ഞാനപീഠ. ഭാരതീയ ജ്ഞാനപീഠ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതല്ല കേട്ടോ. ഈ നോബൽ പ്രൈസ് കൊടുക്കുന്ന പോലെ തന്നെയാണ്. നെക്സ്റ്റ്, അവാർഡീസ് റിസീവ് എ ക്യാഷ് പ്രൈസ് ഓഫ് 1 lakh, എ സ്റ്റാച്യു ഓഫ് വാഗ്ദേവി, അതായത് സരസ്വതി, ആൻഡ് സൈറ്റേഷൻ ഓണറിംഗ് ദർ ലിറ്റററി അച്ചീവ്മെന്റ്സ്. ഏതാ? 11 lakhs, 11 ലക്ഷം. ഓക്കെ, 1 ലക്ഷം അല്ല, 11 ലക്ഷം. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്രസന്റഡ് ബൈ ഭാരതീയ ജ്ഞാനപീഠ്. ഭാരതീയ ജ്ഞാനപീഠ് 1944 എസ്റ്റാബ്ലിഷ് ചെയ്തത് സാഹു ശാന്തി പ്രസാദ് ജെയിൻ ആൻഡ് ഹിസ് വൈഫ് രാമ ജെയിൻ. ഓക്കെ, ക്ലിയർ? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളാം. ഇപ്പൊ അവാർഡ്സ് ഒക്കെ വെച്ച് ചോദിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ അവാർഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങളുടെ ടാസ്ക് തരാം, പഠിക്കാനുള്ള അവാർഡ്സിന്റെ ലിസ്റ്റ് ഞാൻ പറയാം. ജ്ഞാനപീഠം, സാഹിത്യ അക്കാദമി അവാർഡ്സ്, ഫിലിമിന്റെ മേഖലയില് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്, അതിനെ കുറിച്ച് പഠിച്ചോളാം. പിന്നെ നമ്മുടെ ഭാരത് രത്ന, പത്മശ്രീ, പത്മ അവാർഡ്സ്, പിന്നെ മിലിറ്ററി അവാർഡ്സ് ഇല്ലേ, ചക്ര, അശോക ചക്ര, അങ്ങനെയുള്ള അവാർഡ്സ്, അതിനെ കുറിച്ച് നോക്കുക. ഓക്കെ, പിന്നെ സ്പോർട്സ് മേഖലയിലുള്ള മെയിൻ അവാർഡ്സും കൂടെ നോക്കുക കേട്ടോ. ഫോർ എക്സാമ്പിൾ ദ്രോണാചാര്യ അവാർഡ്, പിന്നെ ഏതുള്ള അർജുന അവാർഡ്. ഓക്കെ, അതെങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്, എല്ലാ വർഷവും കൊടുക്കാറുണ്ടോ, ഇത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പാടുള്ളൂ നിയമമുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. യെസ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് the Schengen area allows people to travel freely between member countries without going through border controls. The Schengen area encompasses all members of the European Union. Non-European Union states can also join the Schengen area. Only two. Second statement is that. Okay. Third statement is that. Non-European Union states in Schengen area. ഉറപ്പാണോ? ശരി. ഈ ഷെങ്കൻ എന്ന് പറഞ്ഞ പേരെന്താ? എവിടെയാ? ചൈനയിലാണോ? പിന്നെ ജപ്പാൻ, പിന്നെ എവിടെയാ? ജർമ്മനിയിലാണോ? ഷെങ്കൻ എന്ന് പറഞ്ഞ പേരെവിടെ വന്നേ? ഷെങ്കൻ ലൈക്കൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഒരു സ്മോൾ വില്ലേജ് ആണ്. അവിടെയാണ് ഷെങ്കൻ, അവിടുത്തെ ഒരു വില്ലേജ് ആണ് ഷെങ്കൻ. അവിടെയാണ് ആ എഗ്രിമെന്റ് സൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഷെങ്കൻ സോൺ, ഷെങ്കൻ ഏരിയ എന്ന് വിളിക്കുന്നത്. ഈ ലൈക്കൻസ്റ്റീൻ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ദ ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രി ഓഫ് യൂറോപ്പ്. ലോകത്തിൽ രണ്ട് ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രീസേ ഉള്ളൂ, ഉസ്ബെക്കിസ്ഥാനും ലൈക്കൻസ്റ്റീനും. എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം, ലൈക്കൻസ്റ്റീൻ. എന്താ ഈ ഡബിൾ ലാൻഡ് ലോക്ഡ് കൺട്രി?
ഓക്കെ, ആ കൺട്രീനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾക്കും കടലിലേക്ക് ഓപ്പണിംഗ് ഉണ്ടായിരിക്കില്ല, ഓപ്പൺ സീസിലേക്ക് ബോർഡേഴ്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ലൈക്കൻസ്റ്റീനെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾക്കും എന്താണ്, കടലിലേക്ക് ഓപ്പണിംഗ് ഇല്ല. ആ രാജ്യങ്ങളും മറ്റ് കൺട്രീസുമായിട്ട് ലാൻഡ് ലോക്ക്ഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡബിൾ ലാൻഡ് ലോക്ക്. യെസ്, ഇതൊക്കെയാണ് ഷെങ്കൻ കൺട്രീസ്. പേരൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ. കുറച്ച് ഫേമസ് രാജ്യങ്ങൾ ഇതിന്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം മനസ്സിലാക്കുക. ഫ്രാൻസ് ഷെങ്കൻ ഏരിയയിലുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇറ്റലി ഉണ്ടോ? ഉണ്ട്. ജർമ്മനി ഉണ്ട്. മതി. ബ്രിട്ടൻ ഉണ്ടോ? ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ പോയ ശേഷം ഷെങ്കൻ ഏരിയയില് ഇപ്പൊ വരത്തില്ല. ഈ ഷെങ്കൻ സോണിൽ വരുമ്പോൾ ഒരു മെയിൻ ഗുണം എന്താ? വിസ ഫ്രീ ട്രാവൽ ആണ്. പീപ്പിൾ ആൻഡ് ഗുഡ്സിന് വിസ ഫ്രീ ട്രാവൽ നടത്താം. ഷെങ്കൻ റെയിൽവേ എന്നും പറഞ്ഞ ഒരു ട്രെയിൻ സർവീസ് തന്നെയുണ്ട് അവർക്ക്, ഈ പറയുന്ന ഷെങ്കൻ കൺട്രീസിലൂടെ ഒക്കെ പോകുന്നത്. ഓക്കെ, ഇനി ഷെങ്കൻ ഏരിയയിൽ വരുന്ന നോൺ യൂറോപ്യൻ കൺട്രീസ് ആണ് ഐസ്ലാൻഡ്, ലൈക്കൻസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അതുപോലെ നോൺ ഷെങ്കൻ യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ ഇതിപ്പോ യുണൈറ്റഡ് കിങ്ഡം ഇല്ല കേട്ടോ, അവര് പുറത്തുപോയി. ഓക്കെ, അപ്പൊ അത് പഠിച്ചിരിക്കുക. ഒരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്. റീസെന്റ് വരാനുള്ള റീസൺ, ഒരു പുതിയ കൺട്രിയും കൂടെ ഷെങ്കൻ സോണിൽ വന്നിട്ടുണ്ട്, കൊസോവോ. ഓക്കെ, ബാൽക്കൻ സ്റ്റേറ്റ് ആണ്. Kosovo is the only Balkan state, is the last Balkan state to get membership in Schengen zone. കേട്ടോ, കൊസോവോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ആദിത്യ. ട്രൂ ഓർ ഫാൾസ് ആണേ, ആദിത്യ എല്ലാം പറയണേ. Cotton Corporation of India was established in 1970 as a public sector undertaking under the Companies Act of 1956. Cotton Corporation of India 1970 വന്നു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, കമ്പനീസ് ആക്ട് ഓഫ് 1956 കീഴിലാണ് വരുന്നത്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ. നെക്സ്റ്റ് അഗൈൻ ടു ആദിത്യ. സംസാരിക്കുന്നവരോട് ഞാൻ ചോദ്യം ചോദിക്കും. It is under the administrative control of Ministry of Commerce. Yes. Again false. Ministry of Textiles. Next, again to Aditya. It is a mini Rekna company. That is true. Okay. Next. It is headquartered in New Delhi. False. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. കോട്ടൺ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾ ഇങ്ങനത്തെ ഓട്ടോണമസ് ബോഡീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നോക്കിയാൽ അത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനത്തായിരിക്കും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. സ്പൈസ് ബോർഡ് എവിടെ ഇരിക്കുന്നത്? കേരളത്തിനാണ് ഇരിക്കുന്നത്. റബ്ബർ ബോർഡ് ഇരിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്, കോട്ടയത്താണ് ഇരിക്കുന്നത്. ടർമറിക് ബോർഡ് എവിടെയാണ് വന്നത്? തെലുങ്കാന, ഹൈദരാബാദിലാണ് വന്നത്. ഓക്കെ, സോ ഇതെവിടെയാ? നവി മുംബൈ, മഹാരാഷ്ട്ര. So the corporation is having a pan-Indian presence through headquarters at Navi Mumbai, and it was established in 1970 under the administrative control of Ministry of Textiles, Government of India, as a public sector undertaking under Companies Act of 1956. Okay, next. അടുത്തത് നബീൽ. ഐഡന്റിഫൈ. വേറെ ആരും പറയണ്ട കേട്ടോ, വേറെ ആരും പറയണ്ട, ആരും പറയണ്ട. നബീൽ. പാസ്. നെക്സ്റ്റ് ടു ഗോപിക. അവസാനത്തെ റോയിൽ ഇരിക്കുന്നവരൊഴികെ വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈവക്കാം. ഇവിടെ നോക്ക്. എന്താ അത്? റോസപ്പൂ വല്ലാണോ? അല്ല മിഠായി വല്ലാണോ?
This is a phenomenon recently that came in current affairs. ഒരു phenomenon ആണ്. പറയാൻ പറ്റുമോ? ആ, നമുക്ക് ലിനിത് സാറിനും ഹൊറസ്റ്റ് സാറിനും കൂടെ ഓപ്ഷൻസ് കൊടുക്കാം. ഇങ്ങോട്ട് യെസ് പറയൂ. ബാക്ക്ഗ്രൗണ്ടിൽ കടലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ലാസ്റ്റ് റോയ്ക്ക് പറയാൻ അവകാശമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതോ ഈ സാധനം ഒരു കല്ലിന്റെ മുകളിൽ വെച്ച് ഫോട്ടോ എടുത്തേക്കുന്നേ. അത് ഓപ്ഷൻ ഇല്ല. ഞാൻ ഓപ്ഷൻ തരട്ടെ? അതിലുണ്ടോ ഇല്ലെന്ന് പറയാം. ഞാൻ 4 എണ്ണം പറയാം. അത് ഏതിലുണ്ടെങ്കിൽ പറയണം. ഇപ്പൊ പറയണ്ട, ചോദിച്ചിട്ട് 4 കേട്ടിട്ട് പറഞ്ഞാൽ മതി. ഒരു ലൈഫിനാണ് ഒരു ഓപ്ഷൻ, സീവീഡ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ, കോറൽസ് ആണ് മൂന്നാമത്തെ ഓപ്ഷൻ, 4 ഞാൻ അറിയില്ല. ഇതിനകത്തോ ഈ 3 ഇല്ല. പറഞ്ഞോ. കല ഏതാണ്ട് പറഞ്ഞല്ലോ. ബാർണക്കിൾസ് അല്ല. അല്ല. നാച്ചുറൽ ആണ്. ദിസ് ഇസ് എ നാച്ചുറൽ തിങ്. ഇല്ല. ഇല്ല. ഇത് പശുഭേദമായല്ലോ. ഇല്ല. ഒരു ബന്ധമില്ല. അല്ല. ഞാൻ പറയട്ടെ, അത് റോക്കിന്റെ ഭാഗമാണോ? ജോഗ്രഫിയുടെ ബന്ധമുണ്ടോ? യെസ്, ജോഗ്രഫിയുമായി ബന്ധമുണ്ട്. ഇതൊരു ഓർഗാനിക്സോട് ബന്ധമുണ്ടോ? ഇല്ല. ഇറോഷണൽ ലാംഗ്വേജ് ആണോ? അവിടെ പറഞ്ഞു. ആരാന്ന് പറഞ്ഞേ? ഗോപിക, നീ സെർച്ച് ചെയ്തല്ലേ? This is called as the desert rose. Desert rose is a colloquial name given to rose-like formations of crystal clusters of gypsum or barite, which include abundant sand grains. അപ്പൊ ഈ ജിപ്സം ഇല്ലേ, ഡെസേർട്ടിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ജിപ്സം ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ട് അത് ഹൈ ടെമ്പറേച്ചറിൽ ഇവാപറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജിപ്സം ഒരു ഈ പറയുന്ന ഒരു റോസ് ഷേപ്പില് സോളിഡിഫൈ ചെയ്ത് വരുന്ന ഒരു ഫിനോമിനനെയാണ് ഈ ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുക. ഓക്കെ, പടം നോടെ വേണേ കണ്ടോ. Oh, you are disqualified. Next question. അടുത്തത് ഐശ്വര്യ. ഏറ്റവും കുറഞ്ഞ ഐശ്വര്യ. ഓക്കെ, നീ തന്നെ ഐഡന്റിഫൈ ദിസ് വൺ. ഐശ്വര്യ പറഞ്ഞാൽ മതി. സെറ്റപ്പിന്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒഴുകി വരുന്നതാണോ? പറയട്ടെ, ഇതിന് ആലോചിക്കാൻ സമയം കൊടുത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ പറഞ്ഞോ. അമൃത, അലീഡ, റെഡ് വാട്ടർഫോൾ കൈൻഡ് ഓഫ് ഗ്ലേഷ്യലിൽ നിന്നാണ്. യെസ്, പറഞ്ഞ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പേരെന്താണെന്നറിയോ? ബ്ലഡ് ഫോൾസ്. ഇത് എവിടെയാ കാണപ്പെടുന്നതെന്ന് അറിയോ? ഇത് എവിടെയാ കണ്ടതെന്നറിയോ? അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലെ ഒരു ഗ്ലേഷ്യറിൽ നിന്ന് റെഡ് കളറിലുള്ള വാട്ടർ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ നോൺ ക്രിസ്റ്റലൈൻ നാനോസ്ഫിയേഴ്സ് ഓഫ് അയൺ, സിലിക്ക, കാൽഷ്യം ആൻഡ് അലുമിനിയം, എസ്പെഷ്യലി അയൺ. ഓക്കെ, ടെയ്ലർ ഗ്ലേഷ്യർ, ആ ഗ്ലേഷ്യറിൽ നിന്ന് വന്നതാണത്. അതിനെ ബ്ലഡ് ഫോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് എന്താണ് ഫിനോമിനൻ എന്ന് കുറെ കാലം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. Then later they studied and found that
That water is rich in that is rich in iron. Yes. Next, Ubithia. തിഹമ്മ റീജിയൻ എവിടെയാണ്? മാപ്പിംഗ്. തിഹമ്മ അല്ലെങ്കിൽ തിഹമ്മ റീജിയൻ. ഇതാണ് തിഹമ്മ റീജിയൻ. വേറെ ആരും പറയാൻ കേട്ടോ. ഒരു ഓപ്ഷൻ, ഒരു ഊഹം പറയൂ. ഓക്കെ, പാസ്. ശ്രുതി, കല, അശ്വതി. ഒരു ഊഹം പോലും ഇല്ല. എർത്തിലോ? എർത്തിലാന്ന് എനിക്ക് മനസ്സിലായി. ദിസ് ഇസ് എ ജോഗ്രഫിക്കൽ റീജിയൻ. ഏത് ഭാഗത്തെയാണ് തിഹമ്മ റീജിയൻ? കഴിഞ്ഞ പ്രാവശ്യം ലമാന്ത് ഒക്കെ ചോദിച്ചില്ലേ? അതുപോലെ വേണേ ചോദിക്കാം. സെൻട്രൽ ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിലാണ്. എവിടെയാ? ചൈനയിലല്ല, വെസ്റ്റ് ഏഷ്യയിലാണ്. ടർക്കിയുടെ അവിടെ അല്ല. സൗദി റീജിയൻ അതെ, സൗദി റീജിയന്റെ അടുത്താണ്. ഗൾഫ് ഓഫ് ഏതിന്റെ അവിടെയാണോ? ആണോ? യമനില് എത്തി. സുഡാനിലൊന്നും അല്ല. ഉത്തരം പറയട്ടെ? This region is called as Tihamma region. റെഡ് സീയുടെ ഏതാത്? ഗൾഫ് ഓഫ് അക്ബ മുതല് ബാബേൽ മാൻഡബ്. ഓക്കെ, അപ്പൊ റെഡ് സീയുടെ കോസ്റ്റൽ സോൺ ഫ്രം ഗൾഫ് ഓഫ് അക്ബ ടു ബാബേൽ മാൻഡബ് റീജിയൻ. ഈ റീജിയനാണ് തിഹമ്മ റീജിയൻ എന്ന് വിളിക്കുന്നത്. സൗദിയുടെ സൗത്ത് ഈസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് അല്ല, എൻറ്റയർ വെസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ എൻറ്റയർ eastern coast of Red Sea. Entire eastern coast of Red Sea is called as Tihamma region. Okay. Does Israel has an opening into Gulf of Aqaba? ഉണ്ടോ? ഇസ്രായേലിന് ഗൾഫ് ഓഫ് അക്ബയിലേക്ക് ഓപ്പണിംഗ് ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ബാക്കിയുള്ളവർക്ക് ഇല്ലാന്ന് പറയുന്നവരല്ലേ? ഇല്ലാന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഓക്കെ, കഴിഞ്ഞ ടെസ്റ്റിന് ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു. ബെൻ ഗൂരിയോൺ കനാൽ. Who is this Ben Gurion? This was the first prime minister of Israel. ഇങ്ങേരുടെ പേരിലാണ് ആ കനാല് പ്ലാൻ ചെയ്തിരിക്കുന്നത്, കണക്ടിങ് ഗൾഫ് ഓഫ് അക്ബ ആൻഡ് മെഡിറ്ററേനിയൻ സീ. ഇസ്രായേലാണല്ലോ പണിയുന്നത്. ഇസ്രായേലിൽ പണിയണമെങ്കിൽ ഇസ്രായേലിലൂടെ അല്ലേ പണിയാൻ പറ്റും. ഗൾഫ് ഓഫ് അക്ബയിൽ നിന്ന് മെഡിറ്ററേനിയനിലേക്ക് ഇസ്രായേലിന് തന്നെ പണിയാനല്ലേ പറ്റുള്ളൂ. വേറെ അവിടെ ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രായേലിന് നല്ല ബന്ധമാണോ? ഇല്ല. അപ്പൊ ഇസ്രായേലിന് തന്നെ പണിയാൻ പറ്റുള്ളൂ. അപ്പൊ ഗൾഫ് ഓഫ് അക്ബയിലേക്ക് ഓപ്പണിംഗ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ജോർദാൻ ഓപ്പണിംഗ് ഉണ്ടോ ഗൾഫ് ഓഫ് അക്ബയിലേക്ക്? ഗൾഫ് ഓഫ് അക്ബ, ജോർദാൻ ഇല്ലേ? ട്രാൻസ്ഫോമേഴ്സ് മൂവിയാണ്. ഒരു ട്രാൻസ്ഫോമേഴ്സ് മൂവിയുടെ ക്ലൈമാക്സ് ഗൾഫ് ഓഫ് അക്ബയിലെ ജോർദാനിലാണ്. കണ്ടിട്ടില്ല അല്ലെ? സിനിമയിലാണ്. ഇനി ഈജിപ്തിനുണ്ടോ? ഉണ്ട്. സൗദിക്കുണ്ടോ? ഉണ്ട്. ഇനി ഏതെങ്കിലും രാജ്യത്തിന് ഗൾഫ് ഓഫ് അക്ബയിലേക്ക് ഓപ്പണിംഗ് ഉണ്ടോ? ഇല്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ റീസൺ ഈ ഏരിയ ഇത്തവണത്തെ പൊട്ടൻഷ്യൽ ചോദ്യമാണ്. ഇതിന്റെ സകല മുക്ക് മൂല്യം പഠിച്ചു വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ്. This question is to Unnimaya. Identify what is Pele's hair and Pele's tears. പെലയുടെ മുടിയും കണ്ണിനീരുമാണെന്ന് പറയരുത്, കേട്ടല്ലോ? Pele's hair and Pele's tears എന്തുമായി ബന്ധപ്പെട്ടതാണെന്നെങ്കിലും പറഞ്ഞാൽ മതി. പാസ്. ശ്രീകുട്ട,
ഫുട്ബോൾ. റോങ് ആൻസർ. മഹേശ്വരി. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണോ? റോങ് ആൻസർ. സിജു. റിവറുമായിട്ട് ബന്ധപ്പെട്ടാണോ? റോങ് ആൻസർ. ഗോകുൽ. സൗത്ത് അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടാണോ? റോങ് ആൻസർ. എളുപ്പമായില്ലേ? ഹരീഷേ. ഇല്ല. അവിടെ അശ്വതി. ടിൻസി. അരുൺ. ഗോപിക. സെർച്ച് ചെയ്തല്ലേ? ആ വേണ്ട. ഓക്കെ. Okay, this is Pele's tears and Pele's hair. അതെന്താണ്? ഒരു വോൾക്കാനിക് ഗ്ലാസ് ഫോർമേഷൻ ആണ്. Produced from cooled lava stretched into thin strands, usually from lava fountains, lava cascades, or various lava flows. ഹവായൻ ഗോഡസ് ആണ് വോൾക്കാനോസിന്റെ. പെലെ, മറ്റേ പെലെ അല്ലാട്ടത്. ഹവായൻ വോൾക്കാനിക് ഗോഡസ്, ദാറ്റ് ഈസ് പെലെ. അപ്പോ ഇത് ഹവായിൽ കാണപ്പെടാറുണ്ട്. ഇപ്പൊ റീസെന്റ് ഹവായിലൊക്കെ മോനാക്കിയൊക്കെ വോൾക്കാനിക് ഇറോഷൻ നടന്നപ്പോ അവിടെയൊക്കെ ഈ സാധനം ഇത് കണ്ട ഒരു മുടി പോലെ തോന്നും, പക്ഷെ ഇതെന്താണ്? ഗ്ലാസ് ആണ്. ഓക്കെ, തിൻ സ്ട്രാൻഡ്സ് ഓഫ് ഗ്ലാസ്. ഇങ്ങനെ സോളിഡിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ ടീയറിന്റെ അല്ലെങ്കിൽ കണ്ണുനീരിന്റെ, ഏകദേശം കണ്ണുനീരിന്റെ ഒക്കെ ഷേപ്പില് വോൾക്കാനോ ഇവിടെയും സോളിഡിഫൈ ആവുന്നുണ്ട്. ഓക്കെ, ലാവ സോളിഡിഫൈ ചെയ്യുന്നുണ്ട്. അതിനാണ് പെലേസ് ടിയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വോൾക്കാനിസം ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഡേഞ്ചറസ്. ഇത് ഗ്ലാസ് അല്ലേ, ഇതിന്റെ ഇടയിലേക്ക് ഞാൻ വീണാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഓക്കെ, ആ ഭയങ്കര തിന്നാണ്. പഠിച്ചല്ലോ. ആ, നെക്സ്റ്റ് ഈസ് താങ്ക് യു.